ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരിയ ഈശോ നിൻ്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരിക്കലും ഈശോ ഇങ്ങനെ കടന്നു പോകുമ്പോൾ വഴിയേറിയിരുന്ന ഒരു അന്ധയാചകൻ തിരിച്ചറിയുകയാണ് നസറാനായ യേശുവാണ് കടന്നു പോകുന്നതെന്ന്. അവൻ പിന്നീട് എന്താ ചെയ്തതെന്ന് സുവിശേഷത്തിൽ ഇങ്ങനെയാണ് പറയുക. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 47-ാം തിരുവചനം. നസറാനായ യേശുവാണ് പോകുന്നതെന്നറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. അവർ ഉച്ചത്തിൽ വിളിച്ചു പറയാണ്, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. എത്രമാത്രം ഉച്ചത്തിലായിരിക്കും? വലിയ ആൾക്കൂട്ട പോവുക. ഈ ആൾക്കൂട്ടത്തിൻ്റെ ഒച്ചകൾക്ക് അപ്പുറത്ത് ക്രിസ്തു കേൾക്കുവാൻ തക്ക രീതിയിലുള്ള ഒരു ഉച്ചത്തിലായിരിക്കും പറയുക. വലിയ ശബ്ദത്തിൽ സർവ്വശക്തി എടുത്തായിരിക്കും. പോകുന്നവരൊക്കെ അവന് ശാസിക്കുന്നുണ്ട്, മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട്. വീണ്ടും അവൻ ഉച്ചത്തിൽ പറയുകയാണ്. ഈശോ അത് കേൾക്കുന്നുണ്ട്. അത് കേട്ട് അവനെ അടുത്തേക്ക് വിളിക്കുന്നു, അവന് സൗഖ്യം നൽകുന്നു. നിനക്ക് ക്രിസ്തുവിനെ അനുഭവിക്കണമെങ്കിൽ, ക്രിസ്തുവിൻ്റെ സ്പർശനം ജീവിതത്തിലേക്ക് ഉണ്ടാകണമെങ്കിൽ, ഈ ലോകത്തിൻ്റെ സ്വരങ്ങൾക്ക് അപ്പുറത്ത് നിന്റെ സ്വരം ക്രിസ്തുവിലേക്ക് ഉയരണം. അവന് കേൾക്കാൻ സാധിക്കണം നിന്റെ സ്വരം. ലോകത്തിൻ്റെ സ്വരങ്ങളാകട്ടെ, നിന്റെ സങ്കടത്തിൻ്റെ സ്വരങ്ങളാകട്ടെ, അതിനപ്പുറത്തേക്ക് ശക്തി ഉയർത്താൻ സാധിക്കണം. ക്രിസ്തുവിൽ എത്തത്തക്ക രീതിയിൽ നിന്റെ സ്വരം ഉയരണം. അവിടെ അവൻ വന്നിട്ട് ചോദിക്കും, മോനെ മോളെ, നിനക്കെന്നാ വേണ്ടത്? നീ പറഞ്ഞാൽ മതി. നിന്റെ സ്വരം ക്രിസ്തുവിൻ്റെ പക്കലേക്ക് ഉയരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തിന് നന്ദി പറയുകയാണ്. ഈശോ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നിലേക്ക് എപ്പോഴും സ്വരം ഉയരട്ടെ, എപ്പോഴും നിന്നിലേക്ക് ശ്രദ്ധ തിരിയട്ടെ. അങ്ങനെ ജീവിതത്തെ ധന്യമാക്കുവാനായിട്ട് ഈ വ്യക്തിക്ക് സാധിക്കട്ടെ. ഈ ദിവസത്തിന് വേണ്ട അനുഗ്രഹങ്ങളും കൃപകളും എല്ലാം നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിക്കുമ്പോൾ അപദാനം പാടിട.